ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എററിനെ കുറിച്ചാണ് പഠിച്ചോന്നല്ലേ. എന്താ സംഭവം? നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ്. അപ്പം നമുക്കിനി ആ എററിനെ കുറയ്ക്കണ്ടേ? അല്ലെങ്കിൽ എത്ര എറർ ഉണ്ടെന്ന് ഒരാളോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ ഇന്നേ അളന്നു, അളന്നപ്പോൾ ഇത്ര വാല്യൂ എനിക്ക് കിട്ടി, അത്ര വാല്യൂ പൂർണ്ണമായും ശരിയാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പരിമിതി കൊണ്ടും എൻ്റെ മെഷർമെൻറ്റിൻ്റെ ടെക്നിക്കുകളെ പരിമിതി കൊണ്ടും ഒക്കെ എനിക്ക് എറർ സംഭവിച്ചേക്കാം. അപ്പോൾ ആ എറർ ഇത്രയാണ്, മാക്സിമം ഇത്ര വരെ എറർ വരാം അല്ലേ? അതിലൊരു രീതി, അതിലൊരു മര്യാദ. ഒരു മെഷേർഡ് വാല്യൂ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? ഒരാളൊന്ന് കണ്ടുപിടിച്ചു, ഞാൻ പെർഫെക്റ്റായി കണ്ടുപിടിച്ചു, ഇതിലും വലിയൊരു ശരിയില്ല. ഫിസിക്സിന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ശാസ്ത്രം തെറ്റ് സംഭവിക്കുമെന്ന് സമ്മതിക്കും. ഓക്കെ, അപ്പോൾ ശാസ്ത്രം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര തെറ്റ് പറ്റാം, മാക്സിമം എത്ര വരെ തെറ്റ് പറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മെഷർമെൻറ്റ് നടത്തുന്നു. മെഷർമെൻറ്റ് നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ട് തെറ്റ് പറ്റാം. സറൗണ്ടിങ്സിലെ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് തെറ്റ് പറ്റാം, ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് തെറ്റ് പറ്റാം, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൊണ്ട് തെറ്റ് പറ്റാം. അങ്ങനെ എന്തെങ്കിലും ചുറ്റുമുള്ള കാരണങ്ങൾ കൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ എക്സ്പെരിമെൻ്റ് നിങ്ങൾ പല സമയത്ത് നടത്തിയാൽ ചെറിയ ചില വ്യത്യാസങ്ങൾ കിട്ടുന്ന ഉത്തരത്തിൽ കാണാൻ പറ്റും. ഒന്നും വേണ്ട, ഒരു സിമ്പിൾ പെൻഡുലം ആടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് ഒരു 20 ആട്ടത്തിന് എത്ര സമയമുണ്ട് എന്ന് നോക്കിയാൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു 20 ആട്ടത്തിന് എത്ര സമയം എടുത്തു എന്ന് നോക്കിയാൽ അതിൽ തന്നെ തെറ്റുപറ്റാം. 4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ 2 പ്രാവശ്യം ഒരേ വാല്യൂ, 2 പ്രാവശ്യം ഡിഫറെൻറ്റ് വാല്യൂ വരാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരേ വാല്യൂ കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല മാർഗം എറർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ എറർ എത്ര ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ, കുറയ്ക്കാനല്ല, എറർ എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കുറയ്ക്കാനും പറ്റും. ഒരുപാട് വാല്യൂ എടുത്തിട്ട് മീൻ എടുക്കുമ്പോൾ എറർ കുറയും. അപ്പം അങ്ങനെ എറർ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കേൾക്കാം. ആബ്സല്യൂട്ട് എറർ എന്താണ്? ആബ്സല്യൂട്ട് എറർ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് അളന്ന് കിട്ടേണ്ട ശരിക്കുള്ള വാല്യൂ, ട്രൂ വാല്യൂ, ശരിക്കും എനിക്ക് കിട്ടേണ്ട വാല്യൂ, ട്രൂ വാല്യൂ, ഒരുപാട് റിപ്പീറ്റേഷൻ നടത്തി എന്നിട്ട് അവസാനം ഞാനൊരു വാല്യൂവിൽ എത്തിച്ചേർന്നല്ലോ, അതാണ് എ എന്ന് കരുതുക. അതാണെന്ത്? എ എന്നുവെച്ചാൽ ഞാൻ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെയൊക്കെ കൂടെ മീൻ എടുത്തു, അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ആവറേജ് എടുത്തു, അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ച്വൽ വാല്യൂ, അത് മാത്രമേ എനിക്ക് അളന്നെടുത്ത് പറയാൻ പറ്റുന്ന വാല്യൂ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ വാല്യൂ എല്ലായ്പ്പോഴും എനിക്ക് ഒരേ വാല്യൂ അല്ലല്ലോ കിട്ടിയേ. പലപ്പോഴായി മെഷർ ചെയ്തപ്പോൾ പല പല വാല്യൂസ് അല്ലേ കിട്ടിയേ. ചിലപ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ പലപ്പോഴും അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്. എൻ്റെ ശരിയിൽ നിന്ന് തെറ്റ്, അത് പൂർണ്ണമായ തെറ്റോ പൂർണ്ണമായ ശരിയോ അല്ല. എൻ്റെ ശരി, എനിക്ക് കിട്ടിയ ശരിയായ ഉത്തരത്തിൽ നിന്ന് എനിക്ക് പലപ്പോഴായി കിട്ടിയ ഉത്തരങ്ങളിലുള്ള വ്യത്യാസം, അതിൻ്റെ പേരാണെന്ത്? ആബ്സല്യൂട്ട് എറർ. ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മൾ നോക്കൂല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 1.7 ആയിരുന്നു കിട്ടേണ്ടത് ആക്ച്വലി അവസാനം ആവറേജ് എടുത്തപ്പോൾ. ഒരു പ്രാവശ്യം എടുത്തപ്പോൾ 1.69 കിട്ടി. ഓക്കെ, അപ്പോൾ 0.01 വ്യത്യാസം. രണ്ടാമതെടുത്തപ്പോൾ 1.71 കിട്ടിയത്. അപ്പോൾ 0.01 പോസിറ്റീവാണ്, നേരത്തെ 0.01 നെഗറ്റീവായിരുന്നു. പക്ഷെ അത് എററായിട്ട് തന്നെയാണ് കൂട്ടുക. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒഴിവാക്കുന്ന ആ സാധനത്തിൻ്റെ പേരാണെന്ത്? ആബ്സല്യൂട്ട് എറർ. എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ആബ്സല്യൂട്ട് എറർ. ട്രൂ വാല്യൂയും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും കൂട്ടണ്ടെന്ന് അർത്ഥം. കേവല വില എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനം ആബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ അപ്പോൾ എന്താണ് Δ A1? ഞാൻ ആദ്യം അളന്നപ്പോൾ കിട്ടിയ A1 ആണ്, പക്ഷേ എനിക്ക് ആക്ച്വലി ഫൈനലി എൻ്റെ ട്രൂ വാല്യൂ A ആണ്. അപ്പോൾ A - A1 ആണ് ഒന്നാമത്തെ മെഷർമെൻറ്റിൽ ഞാൻ വരുത്തിയ തെറ്റ്. A - A2 ആണ് രണ്ടാമത്തെ മെഷർമെൻ്റ് എടുത്തപ്പോൾ ഞാൻ വരുത്തിയ തെറ്റ്. അതാണ് Δ A1 Δ A2. അങ്ങനെ കൂടി പോയി ith മെഷർമെൻറ്റിൽ Δ AI ith മെഷർമെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് തെറ്റ് A - AI മാഗ്നിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ 10 വാല്യൂസ് 10 പ്രാവശ്യം മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യത്തെ വ്യത്യാസങ്ങൾ നമുക്ക് കിട്ടും.
ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ സെയിം ആയിരിക്കും, ചില വ്യത്യാസങ്ങൾ കൂടുതലായിരിക്കും, ചില വ്യത്യാസങ്ങൾ കുറവായിരിക്കും. നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി എന്താണ് മീൻ ആബ്സല്യൂട്ട് എറർ? അപ്പോൾ ഇങ്ങനെ പല പല തെറ്റുകൾ കിട്ടി. അപ്പോൾ പല പല തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഞാൻ ഒന്നാമത്തെ വാല്യൂ എടുത്തപ്പോൾ ഇത്രയാണ് തെറ്റ് ചെയ്ത്, രണ്ടാമത്തെ വാല്യൂ എടുത്തപ്പോൾ ഇത്രയാണ് തെറ്റ് ചെയ്ത്, അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ആ തെറ്റുകളുടെ എല്ലാം കൂടെ ഒരു ആവറേജ് എടുക്കുക. മീൻ ഓഫ് ദി ആബ്സല്യൂട്ട് എറേഴ്സ് ഈസ് നോൺ ആസ് മീൻ ആബ്സല്യൂട്ട് എറർ. ഓരോ പ്രാവശ്യം മെഷർ ചെയ്തപ്പോഴും എനിക്ക് എത്ര തെറ്റി. അതിലിപ്പോൾ എന്തില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടത്. കുറഞ്ഞു പോയാലും അത് തെറ്റാണ്, കൂടിയാലും അത് തെറ്റാണ്. കുറഞ്ഞാലും കൂടിയാലും തെറ്റ് തന്നെയാണ്, തെറ്റ് കൂട്ട് തന്നെയാണ് വേണ്ടത്. കുറഞ്ഞ നെഗറ്റീവ് തെറ്റായതുകൊണ്ട് തെറ്റ് കുറയ്ക്കാൻ പറ്റില്ല, തെറ്റ് തന്നെയാണ്. അപ്പം ഈ ആബ്സല്യൂട്ട് എററുകളുടെ എല്ലാം കൂടിയുള്ള മീനിൻ്റെ പേരാണ് മീൻ ആബ്സല്യൂട്ട് എറർ. എന്ന് വെച്ചാൽ ഡെൽറ്റ എ ബാർ എന്നാണ് കാണിക്കുക. ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 അങ്ങനെ n എന്നാണെന്നു ബൈ n. ഡെൽറ്റ എ ബാർ കണ്ടില്ലേ, ബാർ ഇട്ട മേലെ. നെക്സ്റ്റ് ഈസ് ദ റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയൂലേ, പലിശയൊക്കെ പറയും പോലെയാണ്. 100 രൂപയ്ക്ക് 10 പൈസ പലിശ എന്നൊക്കെ പറയും പോലെ, 1000 രൂപയ്ക്ക് ലൈക്ക് 10 റുപ്യ പലിശ എന്നൊക്കെ പറയും പോലെ. റിലേറ്റീവ് എറർ. എ അളന്നപ്പോൾ അതിൽ ഡെൽറ്റ എ ബാർ തെറ്റുപറ്റി. സോ റേഷ്യോ ഓഫ് മീൻ ആബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ ഈസ് കോൾഡ് റിലേറ്റീവ് എറർ. അപ്പോൾ എറർ കിട്ടിയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല അത് എത്രമാത്രം വലിയ തെറ്റാണ്. ഇപ്പോൾ 1000 അളക്കേണ്ടടുത്ത് 0.1 തെറ്റി. അപ്പോൾ 0.1 അയ്യോ 0.1 തെറ്റിയുള്ളൂ എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മളെ മനസ്സിൽ 0.1 ഒരു ചെറിയ തെറ്റാണോ? 0.3 അളക്കേണ്ടപ്പോഴാണ് 0.1 തെറ്റിയെങ്കിൽ 0.1 വലിയ തെറ്റല്ലേ? അപ്പോൾ തെറ്റ് കണ്ടിട്ട് നമുക്ക് തെറ്റിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാവില്ല അല്ലേ? തെറ്റ് കാണുമ്പോൾ നമുക്ക് തെറ്റിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്, അതിലെത്ര തെറ്റ് പറ്റി എന്നറിയുമ്പോൾ മാത്രമേ നമുക്ക് തെറ്റിൻ്റെ ഡെപ്ത് അറിയുള്ളൂ. ഓൻ എനിക്ക് ഒരു 200 റുപ്യ തരാൻ ബാക്കിയുണ്ട്. ഓക്കെ, വലിയൊരു പൈസയാണോ? അത് എത്രയാണ് കൊടുക്കാനുള്ളത് എന്ന് അറിഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? 500 റുപ്യ വാങ്ങിയിട്ട് 200 റുപ്യ തരാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊരു വലിയ കൊടുക്കൽ തന്നെയാണ്, ഒരു വലിയ തെറ്റ് തന്നെയാണ്. 5 ലക്ഷം റുപ്യ കൊടുത്തെടുത്താണ് ഒരു 200 റുപ്യ ബാക്കിയെങ്കിൽ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പം എങ്ങനെ പറയണം? 200/500 എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായി. 200/5 ലക്ഷം എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ എന്ന് മനസ്സിലായി. അതുപോലെ മെഷേർഡ് വാല്യൂ എത്രയാണോ ആ മെഷേർഡ് വാല്യൂവിൽ എത്ര തെറ്റ് പറ്റി എന്നറിയുമ്പോഴേ ആ തെറ്റിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് റിലേറ്റീവ് എറർ. യു ഗോട്ട് ഇറ്റ്? അതേ സാധനം തന്നെ നമുക്ക് പെർസെൻറ്റേജ് പറയാം. ഓക്കെ, മറ്റേ പോലെ തന്നെയാണ്. 200 റുപ്യ തന്നു എന്ന് പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇതൊന്നും പറയാൻ നമുക്ക് പറയാവുന്ന മറ്റൊരു മെത്തേഡാണ്. എനിക്ക് 30% പൈസ ഇനി ബാക്കി തരാൻ ബാക്കിയാണ്. അപ്പോൾ കാര്യം മനസ്സിലായി, ഗൗരവം മനസ്സിലായി. എനിക്ക് 0.03% തരാൻ ബാക്കിയാണ്. ഓക്കെ, അത് ചെറുത് കുഴപ്പമില്ല. അപ്പോൾ ഈ റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ ആ എററിൻ്റെ പേരാണ് പെർസെൻറ്റേജ് എറർ. റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഈസ് കോൾഡ് ആസ് പെർസെൻറ്റേജ് എറർ. ഇതിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ പല വാല്യൂസ് പല സമയത്ത് മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂസ് തരും. എന്നിട്ട് നിങ്ങളോട് ഇത് ഓരോന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന പല വാല്യൂസിൻ്റെ എല്ലാം കൂടെ മീൻ എടുക്കണം. അതാണെന്ത്? ട്രൂ വാല്യൂ. ആ മീനിൽ നിന്നും ഓരോ വാല്യൂ എത്ര വ്യത്യാസം ഉണ്ടെന്ന് കാണണം. അതാണ് ഓരോരോ ആബ്സല്യൂട്ട് എററുകൾ. ആ ആബ്സല്യൂട്ട് എററുകളുടെ എല്ലാം കൂടെ മീൻ കണ്ടാൽ അതാണ് മീൻ ആബ്സല്യൂട്ട് എറർ. അതിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. അതിന് 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് പെർസെൻറ്റേജ് എറർ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് പഠിച്ചു അല്ലേ? മെഷർ ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? മെഷേർഡ് വാല്യൂ മാത്രം കിട്ടി? അല്ല, ഒരു മെഷേർഡ് വാല്യൂ കിട്ടി, പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു എററും കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ മെഷേർഡ് വാല്യൂ മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. മെഷേർഡ് വാല്യൂ പറയുന്നതിനോടൊപ്പം എൻ്റെ ഈ മെഷർമെൻറ്റിൽ ഞാൻ എത്രമാത്രം എറർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും കൂടി പറയണം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ മെഷർ ചെയ്തത്. ആ എ എന്ന് പറഞ്ഞ സാധനം മെഷർ ചെയ്തപ്പോൾ എനിക്ക് ഡെൽറ്റ എ തെറ്റ് പറ്റാം എന്ന് മനസ്സിലായി. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് 20 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് മെഷർ ചെയ്ത് കിട്ടിയത്. പക്ഷേ എനിക്ക് മനസ്സിലായി അത് 0.03 വരെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത്രയും തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ എന്ത് എഴുതണം? പ്ലസ് ഓർ മൈനസ് ഇങ്ങനെ എഴുതണം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മെഷർമെൻറ്റ് 20 ആണെങ്കിലും അത് 20-നേക്കാൾ ഏറ്റവും കൂടിയാൽ 0.03 വരെ കൂടാം, അല്ലെങ്കിൽ 20-നേക്കാൾ ഏറ്റവും കുറഞ്ഞാൽ 0.03 വരെ കുറയാം. അപ്പോൾ 20 - 0.03-ൻ്റെയും
20 പ്ലസ് 0.03ൻ്റെയും ഇടയിലായിരിക്കും ഉത്തരം എന്നുള്ളതിൽ എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ ഏതാണ്ട് ഉറപ്പെന്നേ പറയുന്നുള്ളൂ കേട്ടോ. എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത്ര എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത്ര മുതൽ ഇത്ര വരെ അതിൻ്റെ ഇടയിൽ എവിടെയാണ് വാല്യൂ ഉള്ളത്, അത് എനിക്ക് കിട്ടിയത് 20 അതാണ് ഈ പറയുന്ന സാധനം കോട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. കോട്ട് ചെയ്ത വാല്യൂ, നമ്മൾ കോട്ട് ചെയ്ത് പറയുന്ന വാല്യൂ. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്, കോട്ടഡ് വാല്യൂ. കോട്ടഡ് വാല്യൂ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, വേർ എ ഈസ് ദ ട്രൂ വാല്യൂ, നമ്മൾ മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ. ഡെൽറ്റ എ ഈസ് ദ എറർ വാല്യൂ. ആ എറർ വാല്യൂ ട്രൂ വാല്യൂവിനേക്കാളും ട്രൂ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടാം, സബ്ട്രാക്ട് ചെയ്യപ്പെടാം. എനിവേ നമ്മളൊരു ഒരു ഒരു റേഞ്ച് നിശ്ചയിക്കുകയാണ്. ഇത്ര മുതൽ ഇത്ര വരെയാണ് ഇതിൻ്റെ ഇടയിൽ, ഇതാണ് എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് കോട്ടഡ് വാല്യൂ. ഇനി നമുക്ക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് പഠിക്കാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഈ വര ഒരു വര, മറ്റൊരു വര, വെറുതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, മറ്റൊരു വര, ഈ രണ്ട് വരകളും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വര കണ്ടുപിടിക്കണം. ടോട്ടൽ വരയുടെ നീളം. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം, പിന്നെ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഉത്തരത്തിലെത്തേണ്ടതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു വര കണ്ടുപിടിച്ചു, രണ്ടാമതൊരു വര കണ്ടുപിടിച്ചു, അതിൽ നിന്ന് മറ്റേത് കുറച്ചിട്ടാണ് നമുക്ക് ഉത്തരത്തിലെത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഫൈനൽ ഉത്തരത്തിലെത്തണം, അല്ലെങ്കിൽ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്തിട്ട് ഫൈനൽ ഉത്തരത്തിലെത്തണം. അതാണ് റൂൾ 1, റൂൾ ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെഷേർഡ് വാല്യൂസ്. അപ്പോൾ അവിടെ സി എന്ന് പറയുന്ന വാല്യൂ, എ എന്ന വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം, ബി എന്ന വാല്യൂ രണ്ടാമത് കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടി കൂട്ടി ചേർത്തിട്ടാണ് സി എന്ന വാല്യൂ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ എ എന്ന വാല്യൂ കണ്ടുപിടിക്കണം, ബി എന്ന വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് സി കിട്ടണമെങ്കിൽ എയിൽ നിന്ന് ബി കുറയ്ക്കണം. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിൽ സമ്മിലും ഡിഫറൻസിലും എ അളന്നപ്പോൾ എൻ്റെ കോട്ടഡ് വാല്യൂ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ആണ്. എ എൻ്റെ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് വെച്ചാൽ ഡെൽറ്റ എ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന എക്കകത്തെ തെറ്റ്. എ അളക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന തെറ്റ് ഡെൽറ്റ എ ആണ്. അതുപോലെ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? യെസ്, ബി ആണ് എൻ്റെ ട്രൂ വാല്യൂ, ഞാൻ ഡെൽറ്റ ബി തെറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഡെൽറ്റ ബി ബിനേക്കാൾ പ്ലസ് ആവാം, ബിനേക്കാൾ മൈനസ് ആവാം, എനിക്കതറിയില്ല എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സി കണ്ടുപിടിക്കുമ്പോൾ എയിലെ തെറ്റും ബിയിലെ തെറ്റും സിയിലുണ്ടാവില്ലേ? അപ്പം സിയിലും തെറ്റുണ്ട്. കാര്യം എ കണ്ടുപിടിച്ചപ്പോൾ തെറ്റുണ്ട്, ബി കണ്ടുപിടിച്ചപ്പോൾ തെറ്റുണ്ട്. എനും ബിനെയും കൂടെ കൂട്ടിയിട്ടാണ് സി കണ്ടുപിടിക്കണമെങ്കിൽ സിയിലും ആ തെറ്റുണ്ടാവും. അപ്പം സിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റ് എയിലെ തെറ്റ് പ്ലസ് ബിയിലെ തെറ്റ്. ഇതാണ് മാക്സിമം എറർ. അങ്ങനെ തന്നെ എഴുതണം, മാക്സിമം എറർ ഇൻ ദ സം ഓർ മാക്സിമം എറർ ഇൻ ദ ഡിഫറൻസ്. അങ്ങനെ എഴുതിയിട്ട് എഴുതണം. മാക്സിമം എറർ ഇൻ ദ സം ഓർ മാക്സിമം എറർ ഇൻ ദ ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. എയിലെ തെറ്റുകളും ബിയിലെ തെറ്റുകളും ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇതെന്താണ്? അബ്സല്യൂട്ട് എറേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റികൾ കണ്ടുപിടിച്ച് സമ്മോ ഡിഫറൻസോ എടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഒന്നുകൂടി പറയുന്നു, സമ്മോ ഡിഫറൻസോ എടുത്തിട്ടാണ് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫൈനൽ ആൻസറിലെ എറർ ഓരോന്നിലെയും എററുകളുടെ സമ്മാണ്. ഫൈനൽ ആൻസറിലെ മാക്സിമം എറർ, ഓരോ എറർ, എപ്പോഴും എറർ പറയുമ്പോൾ മാക്സിമം പറയല്ലേ വേണ്ടത്. മിനിമം എറർ പറഞ്ഞാൽ അത് റിസ്ക്കാ അല്ലേ? മിനിമം എറർ പറഞ്ഞാൽ അത് റിസ്ക്കാ. മാക്സിമം എറർ പറഞ്ഞാൽ പിന്നെ നമ്മൾ കൈയൊഴിഞ്ഞു, നമ്മൾ ഡീസൻ്റായി. അതിനേക്കാളും വലിയ തെറ്റെന്തായാലും വരില്ല. അപ്പോൾ എപ്പോഴും എറർ പറയുമ്പോൾ മാക്സിമം എറർ പറയണം. അപ്പോൾ സി കണ്ടുപിടിക്കുന്നതിലെ മാക്സിമം എറർ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, എറർ ഇൻ എ പ്ലസ് എറർ ഇൻ ബി. അത് അബ്സല്യൂട്ട് എറേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. എവിടെ ആഡ് ചെയ്യപ്പെടുമ്പോഴും സബ്ട്രാക്ട് ചെയ്യപ്പെടുമ്പോഴും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പക്ഷേ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങൾ പേടിക്കുക വേണ്ട. ഇപ്പോൾ എത്ര ആൾക്കാർ മാത്രം ഇത് മനസ്സിലായില്ലെന്ന് വിചാരിക്കുക. എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ടാണ് സി കണ്ടുപിടിക്കണേ, അല്ലെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിച്ചിട്ടാണ് സി കണ്ടുപിടിക്കണമെങ്കിൽ എയിലെയും ബിയിലെയും തെറ്റ് സിയിലും ഉണ്ടാവും. അങ്ങനെ സി കണ്ടുപിടിക്കുമ്പോൾ സിയിലെ ഏറ്റവും വലിയ തെറ്റ് എയിലെ തെറ്റ് പ്ലസ് ബിയിലെ തെറ്റാണ്. ഇതാണ് റൂൾ ഫോർ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. അടുത്ത റൂൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സി കണ്ടുപിടിക്കുന്നത് എ കണ്ടുപിടിച്ച് ബി കണ്ടുപിടിച്ച് എനെയും ബിനെയും പ്രോഡക്റ്റ് എടുത്തിട്ടാണ്. അപ്പോൾ സി എ ബി ആണെങ്കിൽ സിയിൽ, അല്ലെങ്കിൽ സി എ ബൈ ബി ആണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, ഇത് രണ്ടിനും ഒരേ നിയമമാണ്. എ ബിക്കും എ ബൈ ബിക്കും ഒരേ നിയമമാണ്. അപ്പോൾ എന്തുണ്ട്? സി കണ്ടുപിടിക്കുന്നതിലും തെറ്റുണ്ട്, കാര്യം എയിലെയും ബിയിലെയും തെറ്റ് സിയിലും ആവർത്തിക്കും. അപ്പോൾ സിയിലെ തെറ്റല്ല കേട്ടോ, സിയിലെ റിലേറ്റീവ് എറർ. മനസ്സിലായല്ലോ? എന്താണ് റിലേറ്റീവ് എറർ ഇൻ സി ഈക്വൽ ടു സം ഓഫ് റിലേറ്റീവ് എറർ ഇൻ എ ആൻഡ് റിലേറ്റീവ് എറർ ഇൻ ബി.
അത് കൂടുതലാവാം കുറവാം, അതാണ് ഈ പ്ലസ് ഓർ മൈനസ് പറയുന്നത്. സി നമ്മൾ കണ്ടുപിടിച്ച ഉത്തരത്തേക്കാൾ അത് കൂടുതലാവാം കുറവാം. ഇവിടെയും കണ്ടില്ല എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്നാണ് പറഞ്ഞത്, അതുപോലെ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്നാണ് പറഞ്ഞത്. അതുപോലെ സിൻ്റെ കൂടി പറയുമ്പോൾ സി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സി പറയണം. ആ ഡെൽറ്റ സി ബൈ സി വെറുതെ അല്ല, ഡെൽറ്റ സി അല്ല. പ്ലീസ് 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 ബി വെരി 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 എന്താ പറയുക കോഷ്യസ് അബൌട്ട് ഇറ്റ്. ഇതൊരു ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവമാണ്. ഇതെന്തല്ല, ഇതൊരു അപകടം പിടിച്ച സാധനമാണ്. ഇതെന്തല്ല, അബ്സല്യൂട്ട് എറർ അല്ല, റിലേറ്റീവ് എറർ ഇൻ സി. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു റിലേറ്റീവ് എറർ ഇൻ സി, റിലേറ്റീവ് എറർ ഇൻ സി. ഇപ്പോൾ 999 അല്ല 1000 പ്രാവശ്യം പറഞ്ഞു. അത്രയും തവണ ഞാൻ പറഞ്ഞു ആ വ്യത്യാസം ഓർക്കണം. അവിടെ അബ്സല്യൂട്ട് എറർ നേരിട്ട് ആഡ് ചെയ്യാണ്, ഇവിടെ റിലേറ്റീവ് എറർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം കിട്ടുന്നത് സിയിലെ റിലേറ്റീവ് എറർ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഡിവിഷൻ എടുക്കുമ്പോഴും relative error in the answer is equal to sum of the relative errors in the constituents. എയിലെയും ബിയിലെയും റിലേറ്റീവ് എററുകളുടെ സമ്മാണ് സിയിലെ റിലേറ്റീവ് എറർ. സിയിലെ റിലേറ്റീവ് എറർ 1000 പ്രാവശ്യം പറഞ്ഞു. സിയിലെ റിലേറ്റീവ് എറർ എറർ അല്ല. സമ്മും ഡിഫറൻസ് എടുക്കുമ്പോൾ എറർ, പ്രോഡക്റ്റും കോഷ്യൻ്റും എടുക്കുമ്പോൾ റിലേറ്റീവ് എറർ. ഒന്ന് ഓർത്ത് പറഞ്ഞ് ഒരു 5 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞപ്പോൾ സമ്മും ഡിഫറൻസും എടുക്കുമ്പോൾ എറർ, പ്രോഡക്റ്റും ഡിവിഷൻ അല്ലെങ്കിൽ കോഷ്യൻ്റും എടുക്കുമ്പോൾ റിലേറ്റീവ് എറർ. ദാറ്റ്സ് ഇറ്റ്. മൂന്നാമത്തെ നിയമം y പ്രപ്പോർഷണൽ ടു എക്സ് റൈസ് ടു n എന്ന് വെച്ചാൽ എക്സ് കണ്ടുപിടിച്ചു, എന്നിട്ട് എക്സിൻ്റെ പവർ എടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഏരിയ എടുക്കണം, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എടുക്കണം. സ്ക്വയറിൻ്റെ ഏരിയ എടുക്കുക എങ്ങനെയാണ്? സൈഡിനെ സ്ക്വയർ ചെയ്യണം അല്ലേ, എ സ്ക്വയർ അല്ലേ ഏരിയ. അതുപോലെ y പ്രപ്പോർഷണൽ ടു എക്സ് റൈസ് ടു n എടുക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും 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 റിലേറ്റീവ് എറർ ഇൻ y ഈക്വൽ ടു n ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ x, പവർ ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ x. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏരിയ സൈഡിൻ്റെ സ്ക്വയർ ആണെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ സൈഡ്. ഇതാണ് സംഭവം. റിലേറ്റീവ് എറർ ഇൻ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ സൈഡ്. എന്തുകൊണ്ടാണ് 2? y പ്രപ്പോർഷണൽ ടു എക്സ് റൈസ് ടു n ആണ്. ഇവിടെ a പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ a ഈക്വൽ ടു a സ്ക്വയർ ആണ്. അപ്പോൾ ആ പവർ അവിടെ 2 ആണ്. ഓക്കെ. ഇനി റൂൾ 4 അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, തൽക്കാലം ഇപ്പം പഠിച്ചു വെക്കുക. ലോഗ് എന്ന് പറയുന്ന സാധനം കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ആയി വരുന്നുണ്ട്, മാത്തമാറ്റിക്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇഫ് y ഈക്വൽ ടു ലോഗ് എക്സ്, y ലോഗ് എക്സ് ആണെങ്കിൽ വൈയിലെ എറർ ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ എക്സ്, ഡെൽറ്റ എക്സ് ബൈ എക്സ്. ഇപ്പോൾ തൽക്കാലം അത് പഠിച്ചു വെക്കുക. ഡെൽറ്റ വൈ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എക്സ്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ വൈ എന്താ വരിക? ഡെൽറ്റ വൈ ബൈ വൈ, ഡെൽറ്റ വൈ എത്രയാ? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 1 ബൈ വൈ, ഡെൽറ്റ എക്സ് ബൈ എക്സ് വൈ. അപ്പോൾ റിലേറ്റീവ് എറർ ഇൻ y ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എക്സ് വൈ. ഓക്കെ ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി, ഇവിടെയും നന്നായി മനസ്സിലായി. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാൽ ഇത് പറഞ്ഞപ്പോൾ കുറച്ച് നന്നായി മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അടിപൊളിയാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൻ്റെ മേലെ ഞാൻ ചേർത്ത് പറഞ്ഞതാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ ആവും. റെഡി? ഓൾ ദ ബെസ്റ്റ്.